ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി സെലീറിയാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ഒരു മൂളിച്ച നല്ലപോലെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വണ്ടി ആക്സിലേറ്റർ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു എന്നുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹമ്പില് അതുപോലെ തന്നെ കട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നല്ല രീതിയിൽ മുഴക്കണം, അതായത് നമ്മൾ കിടന്ന് അടിക്കുന്ന പോലുള്ള ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ റൈറ്റ് സൈഡിലെ ഷോക്ക് അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ ഷോക്ക് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഷോക്ക്, അതിന്റെ സ്പ്രിങ്, അതുപോലെ തന്നെ അതിന്റെ ബോട്ട്, അതിന്റെ മുകളിൽ വരുന്ന ബെയറിങ്, അതിന്റെ മുകളിൽ വരുന്ന വാഷും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ മൗണ്ടിങ് ആണ്. അപ്പോൾ മൗണ്ടിങ് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ബൾജിങ് മാത്രമേ കാണുന്നുള്ളൂ, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ മൗണ്ടിങ് നേരത്തെ മാറിയിട്ടുള്ള മൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് വലിയൊരു പ്രശ്നം കാണിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഗ്രീസ് വാരി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ റബ്ബർ പാർട്സിന്റെ അവിടെ ഗ്രീസ് വെക്കാൻ പാടില്ല. ഗ്രീസ് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ബൾജിങ് ആയിട്ട് പെട്ടെന്ന് ഈ മൗണ്ടിങ് ഒതുങ്ങി പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ഷോക്കിന്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഷോക്ക് വരുന്നത്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വെറുതെ അങ്ങോട്ട് താഴോട്ട് പോവാണ്. താഴോട്ട് പോയിട്ട് നേരെ മുകളിലോട്ട് വരുന്നുണ്ട്. അവിടെ കയറിയിട്ട് സ്റ്റക്കായി. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് താഴോട്ട് പോകുന്നത്. മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ട് സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും മുകളിലോട്ട് ഷോക്ക് കയറുന്നില്ല. ഇവിടെ വന്നിട്ട് സ്റ്റോപ്പായി. ഇനി അത് മുകളിലോട്ട് കയറുന്നില്ല. ഇനി ശരിക്കും മുകളിലോട്ട് കയറാൻ നമ്മൾ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ, നല്ല ഹാർഡോടുകൂടി വലിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് വരുന്നതേ ഇല്ല. നല്ല ഹാർഡായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്ഷൻ വരുന്ന സമയത്ത് ശരിക്കും ഷോക്ക് ഇത്ര ഹൈറ്റിൽ പൊങ്ങേണ്ടതാണ്. പക്ഷെ ഇത്ര ഹൈറ്റിൽ ഷോക്ക് പൊങ്ങുന്നുള്ളൂ. മീൻസ് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ് ഷോക്ക്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ടൈമിൽ ആക്സിലേറ്റർ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഡീലിട്ടിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രക്കെന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ ഷോക്ക് വർക്ക് ആവാതെ സസ്പെൻഷനിൽ വരുന്ന ഇത് നമ്മൾ ആക്സിലേറ്റർ കൊണ്ട് കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്ന സമയത്ത് ഇത് പൊങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ നമ്മൾ കട്ടറിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് കിടന്ന് നല്ല രീതിയിൽ ബൗൺസ് ചെയ്യുന്ന പോലെ, ബൗൺസ് മീൻസ് നെഞ്ചിടിക്കുന്ന പോലെ, ഒരു ആക്ഷനും ഇല്ല, നമ്മൾ വണ്ടിക്ക് അതിന് വിറയ്ക്കുന്ന പോലുള്ള ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ അതേപോലെ പൊങ്ങി വരുന്നുണ്ട്. പകുതിക്ക് വന്നിട്ട് പകുതിയിൽ ഒരു കാൽഭാഗം വരുമ്പോഴത്തേക്ക് സ്റ്റോപ്പായി. ഇപ്പോൾ ഇച്ചിലൂടെ താഴെ വന്നിട്ട് സ്റ്റോപ്പായി. മീൻസ് ആക്ഷൻ ഇച്ചിലൂടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈകൊണ്ട് വലിക്കുന്ന സമയത്ത് തീരെ നല്ല ഹാർഡിലാണ് വരുന്നത്, വലിഞ്ഞ് മുകളിലോട്ട് വരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് പുതിയ ഷോക്കിന്റെ അവസ്ഥയൊന്ന് നോക്കാം. നമ്മളിപ്പോ പുതിയ ഷോക്ക് എടുത്തിട്ടുണ്ട്. മോൺട്രോയുടെയാണ് ഷോക്ക്. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല ഹാർഡോട് കൂടിയായിരിക്കും താഴോട്ട് ആക്ഷൻ ആവുന്നത്. അതിൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഫുള്ളായിട്ട് മുകളിലോട്ട് വരുന്ന അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും ഹൈറ്റിൽ മുകളിൽ വന്നിട്ട്. അപ്പൊ നമുക്ക് ആ പഴയ ഷോക്കായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ പഴയ ഷോക്ക് വെക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലായി, ഇവിടെ കൊണ്ട് ഷോക്ക് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയും മുകളിലോട്ട് പൊങ്ങേണ്ടതാണ്. നമ്മൾ വലിച്ചിട്ട് പോലും ഇത് മുകളിലോട്ട് പോകുന്നില്ല. നല്ല ഹാർഡായിട്ട് നിൽക്കേണ്ടത്. അതെ, ഇത് താഴോട്ട് വെറും ഫ്രീ ആയിട്ടാണ് ഷോക്ക് പോകുന്നത്. ഇപ്പൊ നല്ല ഫ്രീ ആയിട്ട് താഴോട്ട് പോകുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ നല്ല കട്ടിക്ക് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് താഴോട്ട് വരുള്ളൂ. അതുപോലെ വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്വിക്കായിട്ട് തന്നെ ഫുള്ളായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഈ ഷോക്ക് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പായി. ഇത്രയും ബാക്കി കിടക്കാണ് ഷോക്ക് മുകളിലോട്ട് പോകാനായിട്ട്. ഇത് സ്റ്റംപ് നല്ലതുപോലെ ഫ്രീ ആയി. ആക്ഷൻ തീരെ കുറവാണ് ഈ ഷോക്കിന് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ സ്റ്റോപ്പായി. ഈ ഒരു ഷോക്കും ഈ ഒരു ഷോക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന് പകുതി വരെ ഹൈറ്റിൽ പിന്നെ പൊങ്ങുന്നതില്ല. ഇത് നല്ല രീതിയിൽ പൊങ്ങുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹാർഡോടുകൂടി താഴോട്ട് പോകുന്നു. അതുപോലെ ക്വിക്കായിട്ട് തന്നെ ഇത് മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോവർ ആം പുഷ് പോകും. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടിങ്ങിന് കംപ്ലൈന്റ് വരാനുള്ള ചാൻസ്. അതുപോലെ അവസ്ഥയിലാണ് ഷോക്ക് എന്നുണ്ടെങ്കിൽ പകുതിക്ക് മുകളിലോട്ട് വരുന്ന ഫുൾ ആക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ആക്ഷനോടെ നേരെ ബോഡിയിൽ കയറിയിട്ട് ആ ഒരു ഷോക്ക് കറക്റ്റ് പൊങ്ങാതെ വന്നു കഴിഞ്ഞാൽ ലോവർ ആം, അതുപോലെ തന്നെ റോവർ ആമിന്റെ ബോൾ ജോയിന്റുകൾ, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബോൾ ജോയിന്റുകൾ, റാക്കിന്റെ സ്റ്റിയറിംഗ് ബോക്സിന് അടി, ഇത്രയും, അതുപോലെ ലിങ്ക് റോഡ്, അതുപോലെ എഞ്ചിൻ മൗണ്ടിങ്, ഇത്രയും കാര്യങ്ങൾ പോകാനുള്ള ചാൻസ് കൂടാം. മീൻസ് ആ ഒരു ആക്ഷൻ കിട്ടാതെ വരുമ്പോൾ ആ ഒരു ഫോഴ്സ് മൊത്തം നമ്മുടെ ബോഡിയിലോട്ട് പോയിട്ട് ആ ബോഡിയിലുള്ള പാർട്സിനെ ഒക്കെ ഡാമേജ് ആക്കിയിട്ട് ഇത് കളയും. അപ്പോൾ ഈ ഷോക്ക് ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഇത്രയ്ക്ക് ഷോക്ക് നമ്മൾ ഹൈറ്റിൽ വെക്കുമ്പോൾ ഇത്രയും ഷോക്ക് ഇനിയും കിടക്കുകയാണ് പൊങ്ങാനായിട്ട്.
അതായത് അത്രയും സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അത്രയും മുകളിലോട്ട് വരുന്നില്ല. അപ്പൊ ഇനി ഷോക്ക് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ പുതിയ ഷോക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ശകലം, ആ സ്പ്രിങ് കയറി കിടക്കുന്ന ഭാഗത്ത് ഒരു ശകലം ഗ്രീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്പ്രിങ് ഇടാം. സ്പ്രിങ് ഇടുമ്പോൾ ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷൻ വന്നിട്ട് ഈ കാണുന്ന ആ പ്രൊജക്ട് നിൽക്കുന്ന ഭാഗത്ത് തട്ടി നിൽക്കുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ സ്പ്രിങ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബൂട്ട് നമുക്ക് ഇടാം. നമ്മൾ ബൂട്ട് ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇടേണ്ടത് ഇതിന്റെ കപ്പാണ് ഇടേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു പാട് വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ പാടിന്റെ മുകളിലായിട്ട് ഔട്ട് എന്ന് ഒരു ആരോ മാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഔട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഒരു ആംഗിളിലാണ് ഇതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. നമുക്ക് നോക്കിയാലേ മനസ്സിലാവും. ഇവിടെ പൊങ്ങിയിരിക്കും, ഇവിടെ താന്നിരിക്കും. അപ്പോൾ അതിനൊരു പൊസിഷൻ ഉണ്ട് ഇത് ഇടേണ്ടതായിട്ട്. അതിനാണ് ഈ ഒരു ഔട്ട് കൊടുത്തേക്കുന്നത്. ഈ ഔട്ട് പോർഷൻ ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് നേരെ നമ്മൾ വീലിന്റെ ഔട്ടിലോട്ട് ഇടുക. അതായത് ഇതാണ് നമ്മുടെ ഔട്ട് പോർഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് നേരെ കറക്റ്റ് ഔട്ട് ഇടുക. അപ്പോൾ ഈ ഔട്ടിന്റെ ആ മാർക്ക് വന്നിട്ട് നേരെ ഈ ഒരു ഷോക്കിന്റെ ബോൾട്ട് പിടിപ്പിക്കുന്ന ഷോക്ക് ഇങ്ങനെ പുറത്തോട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഔട്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം. പക്ഷെ പുറത്തോട്ട് നമ്മൾ ഷോക്ക് ഇരിക്കുമ്പോൾ ആ ഒരു ഷോക്കിന്റെ ബോൾട്ട് പിടിപ്പിക്കുന്ന ഭാഗത്തിന് സെന്റർ ആയിട്ട് ഇടുക. അതായത് നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓക്കെ, ഇതാണ് കറക്റ്റ് ഔട്ട് പോർഷൻ വരുന്നത്. അത് ഔട്ടെന്ന് എഴുതിയിരിക്കുന്ന ആ ആരോ മാർക്ക് നേരെ താഴോട്ട് ഈ ഷോക്കിന്റെ പുറത്തോട്ട് ഇരിക്കുന്ന ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഭാഗത്ത് ഒരു ശകലം ഗ്രീസ് തേച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇതിന് ഗ്രീസ് ഇതിന്റെ ബെയറിംഗിൽ തേച്ചിട്ടുണ്ട്. ബെയറിംഗ് നമ്മൾ കറക്റ്റ് ആ വെട്ടിലോട്ട് കയറ്റിയിടുന്നു. കയറ്റിയിട്ടതിന് ശേഷം ഒരു ശകലം ഗ്രീസ് ഇതിന്റെ മുകളിലായിട്ടും തേച്ച് കൊടുക്കുക. ഒത്തിരി ഗ്രീസിന്റെ ആവശ്യം ഈ ടൈപ്പ് ഷോക്കിന് വരുന്നില്ല. അതിനുശേഷം ഈ പ്ലേറ്റ് ഇടുക. അതിനുശേഷം ഇതിന്റെ മുകളിൽ ഉള്ള ആ ഒരു ഗ്രീസ് അങ്ങ് തുടച്ച് കളയുക. ഇത്ര ഗ്രീസ് തുടച്ച് കളയുക. അതിനുശേഷം നമുക്ക് മൗണ്ടിങ്, ഇത് പുതിയ മൗണ്ടിങ് ആണ്. കാരണം മറ്റേത് നല്ല രീതിയിൽ ഗ്രീസ് തേച്ചിട്ട് ആ ബൾജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയ മൗണ്ടിങ് ആണ് എടുത്തത്. ഈ മൗണ്ടിങ്ങിന്റെ മണ്ടയ്ക്കൊട്ട് വെക്കുക. അതിനുശേഷം ഈ നട്ട് ഇടുക. ഇങ്ങനെയാണ് ഇതിന്റെ ഷോക്ക് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. ഈ നട്ടിന്റെ സൈസ് വന്നിട്ട് 19 ഇതിന്റെ സൈസ് വരുന്നത്. ഇത് ജസ്റ്റ് വലിച്ച് മുറിക്കാൻ മാത്രം മതി. സിമ്പിൾ ആയിട്ട് തന്നെ ഷോക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഈ ഷോക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഔട്ടെന്ന് എഴുതിയിരിക്കുന്ന ഈ ആരോ മാർക്ക്, അതായത് ഈ ചരിഞ്ഞ ഭാഗം വന്നിട്ട് നേരെ വന്നിട്ട് ഇതിന്റെ എൻഡിലായിട്ടായിരിക്കും വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയ ഹോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഷോക്കിന്റെ ആ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോള്, ആ ഹോൾ വന്നിട്ട് ഇതിന്റെ സെൻട്രലായിട്ടായിരിക്കും ആ ഹോൾ നിൽക്കുന്നത്. ആ ഹോളിന് മാച്ചിങ്ങിൽ ഇട്ടാലും കറക്റ്റ് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബെയറിംഗ് ഡാമേജ്, മൗണ്ടിങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷോക്ക് സെറ്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഷോക്കിന്റെ ഇവിടെ വരുന്നത് 17 ബോൾട്ട് നട്ടായിരിക്കും ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഇത് 19 ആയിരിക്കും ഇതിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് ആ ഷോക്കിന്റെ അവസ്ഥ. ഒരു ഷോക്ക് നമ്മൾ പഴയ ഷോക്ക് നമ്മൾ പ്രസ് ചെയ്യുന്നപ്പോൾ പകുതിക്ക് വന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പിന്നെ പകുതി നമ്മൾ കൈകൊണ്ട് വലിച്ചാൽ പോലും അത് മുകളിലോട്ട് വരുന്നില്ല. പുതിയ ഷോക്ക് നമ്മൾ കണ്ടാണ് അതിന്റെ ആക്ഷൻ. നമ്മൾ താഴോട്ട് നല്ല ഹാർഡായിട്ട് പോകും, പ്രസ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് തന്നെ മുകളിലോട്ട് അത് കയറി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഷോക്കിന്റെ ആക്ഷൻ. ഗ്യാസ് ടൈപ്പ് ഷോക്കിന്റെ ഇപ്പോൾ വരുന്ന എല്ലാം ഗ്യാസ് ടൈപ്പ് ഷോക്കാണ് വരുന്നത്. ആ ഗ്യാസ് ടൈപ്പ് ഷോക്കിന്റെ ആക്ഷൻ അങ്ങനെയാണ് വരുന്നത്. അതേസമയം ഓയിൽ ടൈപ്പ് ഷോക്ക്, പഴയ മാരുതിയിലൊക്കെ വരുന്ന ഓയിൽ ടൈപ്പ് ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് ചെറിയൊരു ഹാർഡോട് കൂടി താഴോട്ട് പോകണം. അതുപോലെ തന്നെ നമ്മൾ വലിക്കുന്ന സമയത്ത് ചെറിയ ഹാർഡോട് കൂട്ടിയിട്ട് റിലീസായിട്ട് വരികയും വേണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസായിട്ട് വരത്തില്ല. ഗ്യാസ് ടൈപ്പ് ഓയിൽ ടൈപ്പ് ഷോക്കാണ്. ഇതിൽ ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം ഗ്യാസ് ടൈപ്പ് ഷോക്കാണ് വരുന്നത്. അപ്പൊ ഗ്യാസ് ടൈപ്പ് ഷോക്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് വരണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഷോക്ക് പോയി കഴിഞ്ഞാൽ, ഷോക്ക് സ്റ്റക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ വരാം. ടയർ വെട്ടിത്തെയും, അതുപോലെ തന്നെ ടയറിന്റെ ക്യാമ്പറിന് വ്യത്യാസം വരും. കാരണം ഒരു സൈഡ് കൊണ്ട് താന്നു നിൽക്കും. അങ്ങനെ താന്നു നിന്നേ ക്യാമ്പർ ഔട്ട് വന്നിട്ട് ഒരു സൈഡ് കൊണ്ട് ടയർ പെട്ടെന്ന് വേൺ ഔട്ട് ആയിട്ട് പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കൊത്തി തേയുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നല്ലൊരു കുലുക്കം ഫീൽ ചെയ്യും. നമ്മുടെ നെഞ്ചൊക്കെ ഇടിക്കുന്ന പോലുള്ള ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ലോവർ റാമ്പ് പോവും. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് അസംബ്ലിക്ക് ഡാമേജ് വരും. അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ എൻഡ്, ടയറോഡ് എൻഡ്, അതുപോലെ തന്നെ ലിങ്ക് റോഡ്, ബാലൻസ് റോഡ് പുഷ്, അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടിങ്, ഇതിനൊക്കെ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും ആക്ഷൻ ആ ഒരു ബോഡിയിലോട്ട് പോകുമ്പോൾ അവിടെ എന്തൊക്കെ പാർട്സുകളുണ്ടോ അതിനെയൊക്കെ ഡാമേജ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഷോക്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഷോക്ക് കംപ്ലൈന്റ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ അത് മാറി വിടുക. ഇത് മാരുതി സുസുക്കി സെലീറോയുടെ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും ഷോക്ക് ബാക്കോ ഫ്രണ്ട് പോയി കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് തന്നെ മാറ്റുക. അതുപോലെ തന്നെ ഷോക്ക് മാറുന്ന സമയത്ത് ഈക്വൽ ആയിട്ട് തന്നെ ഷോക്ക് മാറുക. റൈറ്റിലെ ഒരു ലെഫ്റ്റും റൈറ്റും ഒന്നിച്ച് തന്നെ മാറുക. ഇതിനെ സംബന്ധിച്ച് നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ മാറുള്ളൂ. നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഷോക്ക് മാറണം.
ഒരു സൈഡിലെ ഷോക്ക് മാറി കഴിഞ്ഞാൽ അപ്പുറത്തെ ഷോക്കിന് വീക്ക് ഉണ്ടെങ്കിൽ ഇതിനെയും കൂടെ ബാധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് ഇതിന്റെ റൈറ്റ് സൈഡിലെ ഷോക്ക് മാത്രം മാറിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഷോക്ക് മാത്രമേ നമ്മൾ ഇത് മാറുന്നുള്ളൂ. അപ്പൊ ഷോക്ക് മാറുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് കൂടെ മാറ്റി വിടുക. ഷോക്ക് മാറുമ്പോൾ അതിന്റെ കിറ്റ് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിവിടുക. അപ്പോൾ മാരുതി സുസുക്കി സെലീറോയുടെ സസ്പെൻഷൻ സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.